Hello, good evening and welcome to Super Prime Time live show 3 in 1 in association with Time Express Cargo. Gift sponsored by Green Olives Beauty Salon and special gift hamper from Ujala. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ്. സോ 3 in 1 ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നു സുചിത വിത്ത് യു ടുഡേ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0423822491. 7:30 to 8:30 ഞാൻ ഇവിടെ ഉണ്ടാവും. കുറെ ക്വസ്റ്റ്യൻസും കുറെ സമ്മാനങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ? ഞാൻ ആക്ച്വലി കുറച്ച് നാളായിട്ട് വെക്കേഷനിലായിരുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് വേറൊരു നല്ല വിശേഷമുള്ളത് വെച്ചാൽ നമുക്ക് നാളെ നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പണ്ടത്തെ കുറേ ഇങ്ങനെ ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ, പേട്രിയോട്ടിക് സോങ്, അങ്ങനെ കോമ്പറ്റീഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ എങ്ങനെയായിരുന്നു പണ്ട് ആഘോഷിച്ചിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർമ്മ പുതുക്കാം അല്ലേ. അപ്പം എന്തായാലും എന്നെ വിളിക്കുക. 8:30 വരെ ആയിരിക്കും ഞാനിവിടെ ഉണ്ടാവുക. 0423822491 ഞാനിവിടെ ഉണ്ടാവും. പിന്നെ ഉണ്ടാകും നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി പറയാറുണ്ട്, ഈ ഒരു 1 year ജേർണി നമ്മുടെ കൂടെ നിതം കൺസൾട്ടൻസി നമുക്കായി ഒരുക്കി തരുന്ന ഒരു മെഗാ ഈവന്റ് ഉണ്ട്. ഈ ഒരു നിതം കൺസൾട്ടൻസി ഈവന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പാട്ടുകാർക്കും പാട്ടുകാരാകണം എന്ന് ആഗ്രഹമുള്ളവർക്കും പാട്ടിനെ സ്നേഹിക്കുന്നവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു വലിയൊരു അവസരമാണ്. ഇതിൽ വെച്ചാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ 2 ഡിഫറെൻറ്റ് ജോണേഴ്സിൽ, അതായത് തമിഴിലും മലയാളത്തിലും നിങ്ങളുടെ വ്യത്യസ്ത ശൈലിയിലുള്ള 2 പാട്ടുകൾ നിങ്ങൾ പാടി റെക്കോർഡ് ചെയ്ത് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുക. ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് നിങ്ങൾ hello@melodydreams.ae സെൻഡ് ചെയ്യുക. മെയിൽ ID കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. hello@melodydreams.ae നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു 1 yearലേക്ക്, അതായത് 12 monthsലേക്ക് നിങ്ങൾക്ക് എൻട്രി അയക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു മന്ത് നിങ്ങൾ എന്തായാലും ആ ഒരു ഭാഗ്യശാലിയാവും. അപ്പം അങ്ങനെ സെലക്ട് ചെയ്യുന്ന 5 പേർക്കായിരിക്കും നിതം കൺസൾട്ടൻസിയുടെ ആ ഒരു മെഗാ ഇവന്റിൽ പാടാനുള്ള അവസരം വരുന്നത്. ആ ഒരു മെഗാ ഇവന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സെലിബ്രിറ്റി സിംഗറിന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ പാടാൻ പോകുന്നത്. അപ്പൊ ഈ മാസത്തെ സെലിബ്രിറ്റി സിംഗർ ആരാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കൂടുതൽ ഡീറ്റെയിൽസ്. നരേഷ് ഏറാണ് ഈ പ്രാവശ്യം നമ്മളോട് വരാൻ പോകുന്നത്. സോ ആളുടെ കൂടെ പാടാനുള്ള ഒരു മെഗാ അവസരമാണ് വരുന്നത്. അപ്പോൾ പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാൻ പാടില്ല. സോ നിങ്ങളുടെ എൻട്രീസ് എത്രയും പെട്ടെന്ന് അയക്കുക. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു മന്ത് സെലക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിരാശരാവരുത്. വീണ്ടും നമുക്ക് അടുത്ത മാസങ്ങളിലെല്ലാം ട്രൈ ചെയ്യുന്നതാണ്. ഈ ഒരു 1 year ജേർണിയിൽ ഒരുപാട് പാട്ടുകാരെയാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഇവന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് 31st August ഈ ഇവന്റ് വരുന്നത്. അപ്പം ആരൊക്കെയായിരിക്കും അതിലേക്കുള്ള എൻട്രീസ് എന്ന് നമുക്കൊന്ന് അറിയാം അല്ലേ. അപ്പോൾ അതാണ് ഒരു വലിയ വിശേഷം എന്ന് പറയുന്നത്. നമ്മളിത് യൂഷ്വലി പറയാറുണ്ട്. അപ്പം എൻട്രീസ് നിങ്ങൾ എന്തായാലും മാക്സിമം അയക്കുക. നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഒരു ഭാഗ്യം തെളിഞ്ഞു വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ. പിന്നെ എന്താണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നാട്ടിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് വന്ന കുറച്ച് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടിൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വന്നപ്പോൾ നല്ല ചൂടാണ്. വീണ്ടും ബാക്ക് ടു ആ ഒരു സീസണിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇങ്ങോട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്, നമുക്ക് സമ്മർ കഴിഞ്ഞിട്ട് വിൻ്ററിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ സുഹേൽ നക്ഷത്രത്തെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നു എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ നമുക്ക് എന്തായാലും നോക്കാം എന്നത്തേക്കായിരിക്കും വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരു സമ്മറിൽ കുറച്ചൊരു കുറവ് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ എനിക്ക് അറിയത്തില്ല. കുറച്ചൊരു നാളായിട്ടൊരു ഗ്യാപ്പ് വന്നതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് ഇവിടെ വന്നിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പോയ ആ ഒരു തരത്തിലുള്ള ഒരു ചൂട് ഫീൽ ചെയ്തില്ല. തിരിച്ചു വന്നപ്പോൾ മേ ബി ഹ്യൂമിഡിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി ഞാൻ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര ഹ്യൂമിഡായിരുന്നു. ഒരു 50-52 ഇതിലായിരുന്നു ടെമ്പറേച്ചർ നിന്നിരുന്ന. ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ അത്രയും ഫീൽ ചെയ്യുന്നില്ല. മേ ബി അറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഈ ദിവസങ്ങളിലൊക്കെ നല്ല ചൂട്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വീക്കെൻഡ് ഔട്ടിംഗ് ഉണ്ടായിരുന്നോ? ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാനില്ലേ. അപ്പോൾ എന്തായാലും വിളിക്കേണ്ട നമ്പർ 0423822491. 8:30 വരെ ഞാനിവിടെ ഉണ്ടാവുള്ളൂ. കുറേ നല്ല ക്വസ്റ്റ്യൻസും നിങ്ങളുടെയൊക്കെ ആ ഒരു സമ്മാനങ്ങളും തരാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് വിഷയം അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പം അടുത്ത് വരാൻ പോകുന്ന വലിയൊരു ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ ഓണമാണ് അല്ലേ. ഓണം നമ്മൾ ഈ ഒരു സെപ്റ്റംബർ മിഡോടുകൂടിയാണ് ഓണം വരുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ഓഗസ്റ്റിൽ തൊട്ടേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ചിങ്ങം 1 തൊട്ടിട്ട് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പലയിടത്തും ഓണാഘോഷങ്ങളും എല്ലാമായിട്ട് പൂക്കള മത്സരം, കളികൾ എല്ലാം ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ഡിസംബറിൽ
നമ്മുടെ ക്രിസ്മസ് വരേക്കും ഓണമായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് നമ്മൾ UBL ഡോ സീസൺ ഇവന്റ്സുമായിട്ട് ചേർന്നിട്ട് ഒരു അത്തം പത്തോണം എന്ന് പറഞ്ഞ് ഒരു മെഗാ ഇവന്റ് നടത്തുകയാണ്. 2024 അത്തം പത്തോണമാണ്. ഇത് വരുന്നത് ഓഗസ്റ്റ് 25 നമ്മുടെ മിയാമാൾ ഷാർജയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. നമ്മുടെ പൂക്കള മത്സരമുണ്ട്, മലയാളി മങ്കാമാരൻ കോമ്പറ്റീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം യൂഷ്വലി പായസ മത്സരം, അതുപോലെ തന്നെ നമ്മുടെ ഫുഡടി മത്സരം, ഇങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വലിയ ഇവന്റിലേക്ക് നിങ്ങളെ എല്ലാവരെയും നമ്മൾ UBLന്റെ ഭാഗമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. രജിസ്ട്രേഷനും എൻട്രിയും ഇതിൽ ഫ്രീ ആണ്. അപ്പൊ ഈ ഒരു ഓണം നമ്മൾ ഡോ സീസൺ ഇവന്റ്സിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് അടിച്ച് പൊളിക്കാൻ പോവാണ് അല്ലെ. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഓണത്തിന്റെ ആ ഒരു തകർപ്പിലായിരിക്കും. ഇനി എനിക്ക് തോന്നുന്നു എല്ലാ വീക്കെൻഡ്സും ഇനി തുടങ്ങും ഓണം ആഘോഷം, അതുപോലെ തന്നെ അതിന്റെ കളികളെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളാം. ഓഗസ്റ്റ് 25 മിസ് ചെയ്യരുത്. നമ്മുടെ സ്വന്തം നെസ്റ്റോ മിയാമാളിൽ വെച്ചിട്ടാണ് ഷാർജ ഡോ സീസൺ ഇവന്റ്സും നമ്മുടെ UBLും ചേർന്നിട്ട് നടത്തുന്ന അത്തം പത്തോണം 2024. അങ്ങനെ ഒരു മെഗാ ഇവന്റ് ആയിരിക്കും അത്. അപ്പോൾ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും, എനിക്കൊന്ന് നാട്ടിൽ നിന്ന് വന്നവരൊക്കെ തന്നെയും ഓണത്തിന്റെ പ്രിപ്പറേഷൻസിലൊക്കെയാണ് വന്നിരിക്കുന്നത്. വെക്കേഷനൊക്കെ പോയിട്ട് വന്നവര് ഓണം മുൻകൂട്ടി കണ്ട് അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും അതിന്റെ ആ ഒരു പൊലിമയിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രിപ്പയർ ആവാം. അപ്പൊ ഈ ഒരു ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം, 2024 ഓണം. പിന്നെ നമുക്ക് വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു റിലീസിന്റെ ഒക്കെ കാലമാണ് നമ്മുടെ ഫിലിംസ് ഒക്കെ. അപ്പൊ ഈ ഒരു റിലീസിൽ നമുക്കിപ്പോൾ വരാൻ പോകുന്നത്, ഇപ്പോൾ ഓൾറെഡി ദേവദൂതൻ വന്നു കഴിഞ്ഞു നമ്മുടെ മോഹൻലാലിന്റെ. അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് നമ്മുടെ മണിച്ചിത്രത്താഴ് വരുന്നുണ്ട്. മണിച്ചിത്രത്താഴിന്റെ റിലീസ് ഈ ഒരു ഫ്രൈഡേ വരുന്നുണ്ട്. അപ്പോൾ സെയിം ആ ഒരു ഇതിൽ തന്നെയാണ്, വേറെ റീമേക്ക് കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ ആ ഒരു റിലീസ് തിയേറ്റർ എക്സ്പീരിയൻസ്, ഇപ്പോഴത്തെ നമ്മുടെ ഒരു തിയേറ്ററിന്റെ എഫക്റ്റ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ, ഇപ്പോൾ ദേവദൂതം കണ്ടവർക്കറിയാം എഫക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെയായിരിക്കും മണിച്ചിത്രത്താഴ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് എന്താ പറയുക നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് മണിച്ചിത്രത്താഴിലുള്ളത്. അത് എത്ര തവണ കണ്ടാലും മതിയാവില്ല എന്ന് തന്നെ പറയാം. വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്. ഇപ്പോഴും കാണുമ്പം ചിലയിടത്തൊക്കെ നമുക്ക് എന്താ പറയുക എവിടെയോ മിസ് ചെയ്തിരുന്നത്, നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു ഈ പാർട്ട് എന്നൊക്കെ തോന്നുന്ന ഒരു കുറേ ഇതുണ്ടല്ലോ. അതിപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ആ ഫിലിം കാണുമ്പോൾ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ അതെങ്ങനെയാ നിൽക്കുന്ന അറിയത്തില്ല. ഞാൻ ഇങ്ങനെ പലപ്പോഴും കാണുമ്പോൾ ഇത് നേരത്തെ കണ്ടിട്ടില്ലല്ലോ, ഈ സീൻ ഞാൻ നേരത്തെ എന്താ മിസ് ചെയ്തത് എന്ന് ആലോചിക്കാറുണ്ട്. എപ്പോഴും നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണത് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം നമുക്ക് വീണ്ടും റിലീസിനായിട്ട് എത്തിയിരിക്കുകയാണ് ഈ വരുന്ന ഫ്രൈഡേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നു. അത്രയേറെ ക്ലാസിക് മൂവീസാണ് ഇതൊക്കെ. മണിച്ചിത്രത്താഴിലും ദേവദൂതൻ ഒരു വലിയൊരു ഹിസ്റ്റോറിക്കൽ മൂവി എന്ന് തന്നെ പറയാം. അത്രയും ലെങ്തി ക്ലാസിക് മൂവിയാണത്. ഒരുപാട് ഒരു ട്രാൻസ്ഫോർമേഷൻസിലൂടെ പോകുന്നതാണ്. ശരിക്കൊരു ഹൊറർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ആ ഒരു ഫീലിംഗ് ശരിക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് അതിൻ്റെ ഭയങ്കര കിടിലമായിരുന്നു. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പലരും അത് കണ്ടിട്ടുണ്ടാവണം. ഇനി കണ്ടിട്ടില്ലാത്തവർ മിസ് ചെയ്തിട്ടുണ്ട് ശരിക്കും. അപ്പോൾ ഇനി എന്തായാലും മണിച്ചിത്രത്താഴെങ്കിലും പോയി തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പം ഞാനിങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0423824991 വിളിച്ചാൽ മാത്രമേ ഉള്ളൂ. നമുക്ക് തമ്മിൽ വിശേഷങ്ങൾ പങ്കുവെച്ച് ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് എനിക്ക് നിങ്ങൾക്ക് സമ്മാനം തരാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം വെക്കേഷൻ തീരാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 2 monthsന്റെ ഒരു വെക്കേഷൻ നമ്മളിപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ഫുൾ അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയുന്നത്. ഇപ്പോൾ ഒരു 1 week മാക്സിമം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് എല്ലാവരും. പലരും നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ഞാനൊക്കെ വരുന്ന ടൈമിൽ എല്ലാവരും തന്നെ ഫാമിലീസ് ആയിരുന്നു തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറെ പേരൊക്കെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഒരു 26th കൂടിയിട്ട് നമ്മുടെ ആ ഒരു വെക്കേഷൻ ടൈം അങ്ങോട്ട് കഴിയുകയാണ്. ഇപ്പം എന്ന് വെച്ചാൽ റോഡിൽ ട്രാഫിക് ഇല്ല, ഭയങ്കര ഈസി ആയിരുന്നു നമുക്ക് പോകാനും വരാനും ഒക്കെ. അത്രയേറെ എന്താ പറയുക റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി വീണ്ടും ആ ഒരു മോർണിംഗ് റൂട്ടീനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ പോയി നേരത്തെ ട്രാഫിക്കിൽ കിടന്ന് അങ്ങനത്തെ ഒരു റൂട്ടീനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ കുറച്ച് വിശേഷങ്ങൾ. ഇനി ഞാൻ വേറൊരു ചെറിയ വിശേഷങ്ങൾ പറയാം. ഓക്കെ, നമ്മുടെ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് മലയാളം ഫിലിംസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതിൽ
നാളെ വരുന്നത്. ഇതില് എന്താ പറയുക, കേരളത്തിൽ റിലീസ് ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ UAE-ലും റിലീസ് ചെയ്യാൻ പോകുന്നതുണ്ട്. നാളത്തെ ഡേറ്റ്, അതായത് 15th ഓഗസ്റ്റിന് റിലീസ് ചെയ്യാൻ പോകുന്നതാണ് മനോരഥങ്ങൾ. നമ്മുടെ മമ്മൂട്ടിയും ഫഹദ് ഫാസിലും ചേർന്ന് അഭിനയിച്ച മനോരഥങ്ങൾ റിലീസ് ആവാൻ പോവുകയാണ് നാളെ. അതുപോലെ തന്നെ വാഴ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരുപാട് തന്നെ ഫേമസ് ആയിട്ടുണ്ട്. ആ ഒരു ഒരുപാട് റീൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വാഴ എന്ന് പറയുന്ന ഒരു ഇതില് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, പലപ്പോഴും നമ്മള് കോമഡി ഇതിൽ വന്നിട്ടുണ്ട്. വാഴ പോലെ നിൽക്കുന്നു, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നു, വെറുതെ നിൽക്കുന്നു, എന്താ വാഴ പോലെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ഇത് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെ ശരിക്കും ഒരു ഇതായിട്ട് എടുത്ത്, ടോപ്പിക്കായിട്ട് എടുത്ത്, ഒരു എന്താ പറയുക, ഒരു ടൈറ്റിൽ ആയിട്ട് എടുത്ത് തന്നെ ഒരു ഫിലിം ഉണ്ടായിരിക്കുന്നതാണ് വാഴ. വാഴ ഇറ്റ്സ് ലൈക്ക് എ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്, അങ്ങനെയാണ് അതിന്റെ ഫുൾ ടൈറ്റിൽ വരുന്നത്. സോ വാഴ നമുക്ക് റിലീസ് ആവുകയാണ്. അതുപോലെ തന്നെ നുണക്കുഴി നമ്മുടെ ബേസിൽ ജോസഫിന്റെയും ഗ്രേസ് ആന്റണിയുടെയാണ്. ഷീ സച്ച് എ ബ്യൂട്ടിഫുൾ ആക്ട്രസ് ഗ്രേസ് ആന്റണി. അപ്പൊ ഇവരുടെ രണ്ടുപേരെയും ചേർന്ന് അഭിനയിക്കുന്ന നുണക്കുഴിയും റിലീസ് ആവുകയാണ്. സോ 3 ഫിലിംസ് ആണ് നമുക്ക് വരുന്നത്: മനോരഥങ്ങൾ, വാഴ, നുണക്കുഴി. അപ്പൊ ഏതൊക്കെ റിലീസ്, ഏതിനൊക്കെയാണ് നിങ്ങൾ പോകാൻ പോകുന്നതെന്ന് ഉള്ളത് ഇപ്പോഴേ പ്ലാൻ ചെയ്തോളുക. നാളത്തെ ഡേറ്റ്, നാളെ തേഴ്സ്ഡേ ആണ്, ബട്ട് റിലീസ് ഉണ്ട് നാളെ. അപ്പൊ എന്തായാലും നോക്കുക. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കുറെ ഫിലിംസ്, നല്ല നല്ല ഫിലിംസ് ഒക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ജു വാര്യരുടെ ഫിലിം ഇറങ്ങിയിരുന്നു, ഫൂട്ടേജ് ഒക്കെ ഇറങ്ങിയിരുന്നു. അപ്പം കണ്ടിട്ടുള്ളവരൊക്കെ റിവ്യൂസ് പറയാം, എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പം എന്തായാലും പുതിയ ഫിലിംസ് ഒക്കെ കണ്ടവരൊക്കെ റിവ്യൂ പറയണം. പിന്നെ ഉള്ളത് ഇതൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ, നമ്മുടെ ഫിലിംസ് റിലീസ് ചെയ്യുന്നതിന്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0423824991. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ഞാനിപ്പം വരുന്ന വഴിക്കല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര ദിവസം, ആ ഒരു ചൂടും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയായിരുന്നു പോയിക്കിരുന്നിട്ടുന്ന ഒരു 3 ആഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചോദിച്ച വിശേഷങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ വന്നത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാല് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെ വിളിക്കുന്നത്, എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ വേണം വിശേഷങ്ങൾ എന്നുള്ളത് അറിയണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഓടിയെത്തിയത്. അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് ഈവനിങ്. ശശിയേട്ടാ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എന്തോ ഭയങ്കര ഉഷാറാണല്ലോ. ഞാൻ നല്ല ഉഷാറിലാണ് എത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശേഷങ്ങൾ പറയുന്നത്? ഞാൻ ഒരു 3 ആഴ്ച ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും നാളത്തെ ഒരു വിശേഷങ്ങളൊക്കെ പറയാൻ എന്റെ അടുത്ത്. എങ്ങനെയുണ്ടായിരുന്നു ചൂടൊക്കെ? അടിപൊളി ചൂട്. നിങ്ങൾ നാട്ടിൽ പോയില്ലല്ലേ? അടുത്ത ആഴ്ച പോവും. ഓ, എല്ലാരും പോയി വന്ന് തീർന്ന് സമാധാനമായിട്ട് നമുക്ക് പോവാം അല്ലെ? അതെ. എന്ന് നാളെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നാളെയാ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് ഓർമ്മയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഓക്കെ. നാട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ? നാട്ടിലായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ രസമാണ്. അതൊക്കെ തന്നെ. എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ഓർമ്മയുണ്ടോ? നിങ്ങൾ കൂടുതൽ പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇല്ലേ? കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അതെ. അപ്പൊ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ ഇനി ഇൻഡിപെൻഡൻസ് ഡേക്ക്? ഈ ചിരിയുടെ പിന്നിൽ എന്തോ പ്രശ്നമുണ്ട്, സത്യം പറ. എന്തായിരുന്നു അത്? എന്നാലും പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ഇൻഡിപെൻഡൻസ് ഡേ പറയും. ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്താ പ്രത്യേകിച്ച് ഓർമ്മ വരുന്നത്? നിങ്ങൾ എത്ര കാലം ഒരുമിച്ച് പഠിച്ചു? നിങ്ങൾ രണ്ടുപേരും കൂടെ എത്ര കാലം ഒരുമിച്ച് പഠിച്ചു? ഒരുമിച്ച് പഠിച്ചില്ലല്ലോ. പിന്നെന്താണ് അവിടെ ചോദിക്കാൻ കാര്യം? ഞാൻ ചോദിച്ചപ്പോ ഉടനെ ചേച്ചിന്റെ അടുത്ത് ചോദിക്കാണ് എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ എന്ന്. ഞാൻ ശശിയേട്ടനോടല്ലേ ചോദിച്ചത്? അല്ല, ഞാൻ 10th പഠിക്കുമ്പോൾ 5th വന്ന് ചേർന്നിരുന്നാണ്. ഓ, അങ്ങനെ. അപ്പൊ കണ്ടിരുന്നോ? ചെറിയ പിള്ളേരെ കാര്യം നോക്കൂ. എനിക്ക് വയ്യ. എന്നിട്ട് ഇപ്പൊ ചെറിയ കുട്ടിയാണ് കൂടിയിരിക്കുന്നത്, അത് മനസ്സിലാക്കണം. 5th ജോയിൻ ചെയ്തു നിങ്ങൾ പറഞ്ഞ് പിന്നെ മനസ്സിലായതായിരിക്കും അല്ലേ? ഒരേ നാട്ടിൽ തന്നെയാ രണ്ടുപേരും? അതെ. ആഹാ, കൊള്ളാം. അടുത്തടുത്തായിരുന്നോ? അല്ലല്ല, കുറച്ചു ദൂരമുണ്ട്. കൊള്ളാം. എന്നിട്ട് പിന്നെ കണ്ടിട്ടില്ല? +2 അങ്ങനെയൊന്നും കണ്ടിട്ടില്ല? കോളേജ് ഞാൻ കണ്ടിട്ടേ ഇല്ല. കല്യാണാലോചനൊക്കെ ഒന്നാണ് കണ്ടത്, അത്രേ ഉള്ളൂ. ആണല്ലേ? പറയാൻ പറ്റില്ല. ഇനി 5ാം ക്ലാസ്സുകാരി ചിലപ്പോ 10ാം ക്ലാസ്സുകാരനെ നോക്കിയിട്ടുണ്ടാവാം അല്ലേ? ഒന്ന് ചോദിച്ചു നോക്ക്. അത് ചിലപ്പോ ഉണ്ടാവാം. അയ്യോ, എനിക്ക് ഞാൻ ഭയങ്കര ഭംഗിയായിരുന്നു അതുകൊണ്ടെന്ന്.
കൊള്ളാം. എന്നാലും കോളേജിലൊക്കെ എങ്ങനെയായിരുന്നു അപ്പൊ ആഘോഷങ്ങളൊക്കെ? എന്താഘോഷം, ഇങ്ങനെ അന്ന് ലീവായിരിക്കുമല്ലോ, പോയിട്ട് വേഗം വരൂ അസംബ്ലി കഴിഞ്ഞിട്ട്. ആണല്ലേ? പക്ഷെ എനിക്ക് പോവാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. എനിക്ക് ആക്ച്വലി സ്കൂള് കുറച്ച് ദൂരെയാ. അപ്പൊ ഈ അന്ന് അവധിയാണല്ലോ, ആരും കൊണ്ടുപോകാനോ ഇല്ല. അതാണ്, അപ്പൊ എപ്പോഴും മിസ് ചെയ്യായിരുന്നു. പക്ഷെ നമുക്ക് നേരത്തെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, പാട്രിയോട്ടിക് സോങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തകർക്കും. എന്നാൽ ആ ഒരു ദിവസം പോയിട്ട് ഇങ്ങനെ ഫ്ലാഗ് ഹോയിസ്റ്റിങ് അതൊന്നും കണ്ടിട്ടില്ല ഞാൻ. അങ്ങനെ പിന്നുണ്ടല്ലോ, എനിക്ക് ആക്ച്വലി ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അല്ല, റിപ്പബ്ലിക് ഡേയുടെ സമയത്ത് നമ്മുടെ ഡൽഹിയിൽ ഇതുണ്ടാവുമല്ലോ, പരേഡ് ഉണ്ടാവും. ലാസ്റ്റ് നമ്മളിങ്ങനെ ബലൂണൊക്കെ പറപ്പിച്ച് നമ്മുടെ ഹെലികോപ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ പോയി കഴിയുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങി നിന്ന് പണ്ട് കുഞ്ഞായിരുന്നപ്പോ ഇങ്ങനെ നോക്കാം നമ്മുടെ ഇതുവഴി എങ്ങനെ വരും. അന്നൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ആക്ച്വലി ഇതിവിടെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ചോദിക്കാം, നമ്മൾ എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് ഓർമ്മയുണ്ടോ? 77 ആണെന്ന് തോന്നുന്നു. 77 ആണെന്ന് തോന്നുന്നു. 77 ആണോ 78 ആണോ? അതാണ്, നമ്മൾ 77 കംപ്ലീറ്റ് ചെയ്ത് 78 ആണ്. അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ പോലെ, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, പിന്നെ എന്തുണ്ടായിരുന്നു ഇവിടെ വിശേഷങ്ങള്? ചൂടൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം? ചൂട് നല്ല ചൂട് തന്നെയാണ് ഇപ്പോഴും. പക്ഷെ കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നു. അന്ന് മഴ പെയ്ത സമയത്ത് ലേശം കുറഞ്ഞ, പിന്നെ ഇപ്പം കൂടി. അവിടേക്ക് എങ്ങനെയുണ്ടായിരുന്നു? മഴ ഉണ്ടായിരുന്നോ അബുദാബി? ഒരു ദിവസം ഉണ്ടായിരുന്നു. ആണല്ലേ? അലൈൻ അബുദാബി എനിക്ക് തോന്നുന്നു കൂടുതൽ. അലൈനിലായിരുന്നു കൂടുതൽ. അബുദാബി ഉണ്ട്, 1-2 ദിവസം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ആക്ച്വലി നാട്ടിൽ ചെന്നപ്പോ എല്ലാവരും ചോദിക്കുന്നത് മഴയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓൾറെഡി ഇവിടെ മഴ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് തീവ്രമായ മഴയായത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടാണ്. നിങ്ങളൊക്കെ ചെന്നപ്പോ കാത്ത് വെയിറ്റ് ചെയ്തായിരിക്കും. ഓ അതെ അതെ അതെ. എന്നാലും തിരിച്ച് ഇവിടെ വന്നപ്പോ ഇങ്ങോട്ടേക്ക് പോരുന്ന സമയത്തും മഴയായിരുന്നു. ഇപ്പൊ ഇടിയോടുകൂടി മഴയായി, എല്ലാം കറക്റ്റ് പൂർണ്ണമായി എന്നൊക്കെ പറയാം. അതെ, ഇപ്പൊ ഇടിയോടുകൂടി മഴയാന്ന് പറയുന്നത്. ആന്ന്, ഭയങ്കര. നാട്ടിൽ ശരിക്കും പേടിയാവും കേട്ടോ ഇപ്പൊ മഴ പെയ്യുന്ന കാണുമ്പോഴേ. എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് ഇപ്പൊ. മഴ കാണാൻ വേണ്ടി പോയിട്ട് ഇപ്പൊ പേടിയാ? മഴ കാണാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ പോകാറില്ല കേട്ടോ. എനിക്ക് കാരണം ഒരു ദിവസമൊക്കെ മഴ കാണുന്ന ഇഷ്ടമാണ്. പിന്നെ ആകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ്, എവിടെയും പോകാൻ പറ്റത്തില്ല. ഇപ്പൊ കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, ഇതിനെയൊക്കെ പേടിക്കണമല്ലോ. നമ്മൾ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഹിൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അത് പേടിക്കണം, ഇപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം പേടിക്കണം. മുന്നേ നമ്മളാരും വിചാരിക്കാറുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കുറച്ച് കൂടുതൽ പേടിയായത്. എനിക്കറിയത്തില്ല. എനിക്ക് അത് ഞാൻ ചോദിക്കട്ടെ ശശിയേട്ടന് ഇപ്പൊ എന്താ തോന്നുന്നത്? ശരിക്കും അങ്ങനത്തെ ഇത് ഉണ്ടായിരുന്നതാണോ, അതോ കുറച്ച് മീഡിയയുടെ ഇത് കൊണ്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നതാണോ? അതൊക്കെ മീഡിയയുടെ ഇതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ അറിയുന്നു, കാണുന്നു. എനിക്കും അങ്ങനെ തോന്നി, മീഡിയയുടെ ആ ഒരു എക്സ്പോഷർ കൊണ്ട് നമുക്കിത് കൂടുതൽ പേടി തോന്നുന്നുണ്ടോന്ന്. അല്ലേ? എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട്. കുറെ നാളായി വീട്ടിൽ നിന്നെ കണ്ടിട്ട്. സ്റ്റോപ്പ്. ഓക്കെ. ഇമേജ്. അപ്പൊ ടി വി ഉണ്ടല്ലോ. നല്ല സന്തോഷമാണ്. അപ്പൊ ഇമേജ് ഞാൻ ടി വിയിൽ കാണിക്കുന്നുണ്ട്, ഒന്ന് നോക്കൂ. ഈ ചിത്രം ഇറങ്ങിയ വർഷം ഏതാണ്? ചിത്രം ഐഡന്റിഫൈ ചെയ്തിട്ട് നോക്കുക. ചിത്രം ഇറങ്ങിയ വർഷം ഏതാണ്? 19 കുറച്ച് പഴയതാണല്ലോ. അതെ അതെ അതെ. ഓപ്ഷൻസ്: 1990. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. ആണോ? ആരാണെന്നുള്ളതാണ്. ഓ, എനിക്ക് വയ്യ കറക്റ്റ് ആൻസർ. ഇത് ഏതാ ചിത്രം എന്ന് മനസ്സിലായില്ലല്ലോ? ഇല്ല. നൈസ്. ഏതാണ് ചിത്രം? ഒരു ഗസ് ഉണ്ടോ? ഇല്ല. ഏതാന്ന് ഞാൻ പറയണോ? ഞാൻ പറഞ്ഞു തരില്ല. ശശിയേട്ടന്റെ ഇഷ്ടപ്പെട്ട പഴയകാല സിനിമ ഏതാന്ന് പറയാമോ? ഒരെണ്ണം പറ. ഓ, എനിക്ക് വയ്യ. കൊള്ളാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ചിത്രം എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ ആണ് 1990. കറക്കി കുത്തി പറഞ്ഞതാണെങ്കിലും. ഓക്കെ, ഏതാ മനസ്സിലായി. എന്തായാലും കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത വീണ്ടും പോവാം നമുക്ക്. സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ സ്വന്തം GK-യിലെത്തി.
തകർത്തു. GK വന്നു അല്ലേ? ഹലോ ഹലോ, കേക്കാലോ അല്ലേ? അപ്പൊ GK ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണേ, ശ്രദ്ധിച്ചിരുന്നോണം. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആരാണ്? പേർഷ്യൻ ഹോമർ അതെ എന്നറിയപ്പെടുന്ന ആരാണ്? ഫിർദൌസി, ഒമർ ഖയാം, റൂമി. ഒമർ ഖയാമാണെന്ന് തോന്നുന്നു. എനിക്ക് വയ്യ, അപ്പതേ എനിക്ക് തോന്നി അതേ പറയുള്ളൂ. നമുക്ക് നോക്കാം. എനിക്ക് വയ്യ, ഫിർദൌസി ആയിരുന്നു. അതെ, ഒന്ന് പാളിപ്പോയല്ലേ. നമുക്ക് പെട്ടെന്ന് ആ ഒരു ഒമർ ഖയാമിനല്ലേ നമ്മൾ കൂടുതൽ ഇത് കേട്ടിട്ടുള്ളത്, അത് വെച്ചിട്ടല്ലേ പറഞ്ഞത്, മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തായാലും ശശിയേട്ടാ ഒരുപാട് താങ്ക്സ് വിളിച്ചതിന്. ചേച്ചിയുടെ അന്വേഷണം പറയാ, പക്ഷെ ഇപ്പഴും ഞാൻ ചേച്ചിയായിട്ട് കമ്പനി ആയിട്ടില്ല കേട്ടോ, വിളിച്ചിട്ടില്ല ഇതിന് ഇതുവരെ. വിളിക്കാൻ പറയാ. ഓക്കെ ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും ശശിയേട്ടനായിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴല്ലോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളോടൊക്കെ, കാരണം നിങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് നമുക്ക്. അപ്പൊ ഇങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0423822491. അപ്പൊ 8:30 വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. നമുക്ക് സംസാരിച്ച് ഗെയിമൊക്കെ കളിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഇങ്ങനെ പോവാം. പിന്നെ ഉണ്ട് ഓക്കെ, അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ 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 ജയലാൻഡി, എന്തുണ്ട് വിശേഷം? നാട്ടിൽ പോയിട്ടൊക്കെ എത്തിയ? എത്തി ഇന്നലെ എത്തി നാട്ടിൽ പോയിട്ട്. ഞാൻ 3 ആഴ്ച 18 ദിവസം. അത്രയായി. ഒന്ന് പോയി ഓടിപ്പോയി തിരിച്ചു വന്നു. എന്തുണ്ട് എന്നിട്ട് ഇവിടെ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? കേട്ടില്ല. എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? ഓക്കെ, കണ്ണിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ അല്ലേ ഇപ്പോഴും? ഇപ്പൊ 2 മാസം റെസ്റ്റ് ആയി, കറക്റ്റ് സെറ്റ് ആയില്ല ആണല്ലേ? ഓ, ഇന്നാണ് തിരിച്ചു വന്നത്? ഇന്നല്ല തിരിച്ചു വന്നത്, ഇന്നാണ് സർജറി ചെയ്തത്. കഴിഞ്ഞ മാസം 14-ാം തീയതി തിരിച്ചു. ഓക്കെ, കൊള്ളാം. അപ്പൊ എന്തൊക്കെയായിരുന്നു ഇവിടെ വിശേഷങ്ങള്? പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ പോണ. എങ്ങനെയുണ്ടായിരുന്നു ചൂടൊക്കെ? ചൂട് നല്ല ചൂടല്ലേ, നമ്മൾ ഈ അകത്തിരിക്കുന്നതുകൊണ്ട് അറിയില്ല. പുറത്തിറങ്ങുമ്പോഴത്തേക്കും നല്ലതാന്ന് തോന്നുന്നു. ഇടാനൊക്കെ ഒന്ന് ബാൽക്കണി ഇറങ്ങണമെങ്കിൽ ഭയങ്കര ചൂടാ. എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി അവിടെ കുറച്ച് ചൂട് കൂടുതലായിരിക്കാം. ആയിരിക്കും, കൂടുതൽ കെട്ടിടങ്ങളാണ്. അതെ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തോ? ദുബായിക്ക് എപ്പോഴെങ്കിലും വന്നോ? വന്നില്ല. ഇനി നാളെ വരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ല. നാളെ നമ്മുടെ ബുർജ് ഖലീഫയിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഇതൊക്കെ ഉണ്ടല്ലോ, ലൈറ്റിംഗ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വണ്ടി ഇല്ലാത്തോണ്ട് പാടാണ്. വണ്ടിയൊക്കെ എടുക്കട്ടെ. അതെ. എന്ത് പറയുന്നു മാലിക്? മാലിക് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ എപ്പോഴേ വിളിച്ചനില്ല. ഓ, ജിമ്മിലൊക്കെ പോവാൻ തുടങ്ങി? പോവാൻ തുടങ്ങി. കറക്റ്റ് ഈ സമയത്ത് തന്നെ ജിമ്മിൽ പോകരുതെന്ന് പറയണം. നമ്മുടെ 3-in-1 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 3-in-1 മുന്നേ പോയാൽ മതി. അത് കഴിയുമ്പം സമയം കിട്ടുമെങ്കിൽ വിളിക്കും. ആണല്ലേ? അപ്പൊ ജിമ്മിലൊക്കെ പോയി തകർത്തിട്ട് വരികയാണ് ഇപ്പൊ. അതിനൊരു അഡിക്റ്റ് ആയിരിക്കും. അതെനിക്ക് തോന്നുന്നു. ഞാനും വിചാരിക്കും ചിലപ്പോ എന്ന് വിളിക്കണ്ടെന്ന് വിചാരിച്ചാൽ കാണുമ്പോ അറിയാതെ വിളിച്ചപ്പോ നമ്മള് വരുമ്പോ എന്താ പറയാ, വിചാരിക്കുന്നത് നിങ്ങളെയൊക്കെ തന്നെയാണ്. ചിലപ്പോ കാണുമ്പോ ഞാൻ വിളിക്കും. പിന്നല്ല, എന്തായാലും വിളിക്കണ്ടേ, നമുക്ക് സംസാരിക്കെങ്കിലും ചെയ്യണ്ടേ? എന്നൊന്നും വിശേഷങ്ങൾ ഇങ്ങനെ അറിഞ്ഞോണ്ടിരിക്കണം. നമ്മൾ ഒരു ദിവസം വിളിക്കായിരിക്കും എനിക്ക് എന്ത് പറ്റിയെന്ന് വിളിക്കാതെന്ന്. അതാണ് ശൈലാൻഡി. ഇപ്പൊ നാളെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? ശൈലാൻഡിയുടെ ഒരു ഓർമ്മ പറയോ? പണ്ടത്തെ ഇൻഡിപെൻഡൻസ് ഡേ എങ്ങനെയായിരുന്നു? ഉള്ളതൊക്കെ തന്നെ ഓർമ്മ. എങ്ങനെയുണ്ടായിരുന്നു? സ്കൂളിൽ എങ്ങനെയായിരുന്നു പരിപാടി? സ്റ്റാമ്പ് ഒക്കെ തരുമല്ലോ, സ്റ്റാമ്പ് അങ്ങനെയൊക്കെയാണോ? എങ്ങനെയായിരുന്നു? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചത്. നമ്മൾ പൈസ കൊടുക്കണം, സ്റ്റാമ്പ് എല്ലാ പിള്ളേരും വാങ്ങിച്ചിരിക്കണം, അങ്ങനെയാണ്. ആ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇറങ്ങുന്ന സ്റ്റാമ്പ് നമ്മൾ വാങ്ങിക്കണം. അത് തന്നെ ഈ ഫ്ലാഗിന്റെ ആണല്ലേ? അന്നൊക്കെ എത്രയായിരുന്നു അപ്പൊ പൈസേന്? അല്ല, അന്നൊക്കെ വളരെ കുറച്ച് പൈസ. അതെ, വർഷങ്ങളായത്. ഓ, കൊള്ളാം. എന്നാലും ഒരു 5 പൈസ. അല്ലല്ല, അത്രയല്ല, അതേ കൂടുതലുണ്ട്. അത്രയും മുന്നോട്ട് പോയില്ലെന്ന്. എല്ലാരും വായിച്ചാലേ പറ്റൂ. അത് ആണ്, നിർബന്ധമാണ്. ആരും വേണ്ടാന്ന് പറയാൻ പറ്റൂല, ക്ലാസ്സിലും കൊടുക്കേണ്ടി. ഓക്കെ, നമ്മൾ എന്തായാലും എല്ലാരും വാങ്ങിക്കണം. അന്നത്തെ ദിവസം എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? സ്കൂളില് കാണും. സ്കൂളില് ഇതുപോലെ കാണൂല. പോവായിരുന്നോ അന്ന് ഫ്ലാഗ് ഉയർത്താനും? ഒഴിവിട്ടേ വീട്ടിലിരിക്കാൻ പോവൂല, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും. ആണല്ലേ? നമ്മളൊരു ഒഴിവ് കിട്ടി അപ്പൊ നോക്കിയിരിക്കും. കൊള്ളാം. ഈ ഫ്ലാഗിന്റെ കാര്യങ്ങള് ഇതൊക്കെ അറിയാമോ? നമുക്ക് ഏതൊക്കെ കളർ ഉണ്ട്? നമ്മളിങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ആരെ ഡിസൈൻ ചെയ്തെന്ന് അറിയാമോ? ഇന്ത്യൻ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത് അറിയാം. എന്തോ ഒരു കാ വെച്ചിട്ടാണ്, എന്തോ ഒരു
ഇതൊരു വല്ലാത്തൊരു പേരാണ്. ഞാൻ പറയാം, പിംഗലി വെങ്കയ്യ. അത് തന്നെ ഒരു തമിഴ് പേര്. ആ അതന്നെ, പിംഗലി വെങ്കയ്യ ആളാണ് ഡിസൈൻ ചെയ്തത്. അതെ അതെ അതെ. എന്തായാലും നല്ല മനോഹരമായിട്ട് ആ ഒരു 3 കളറും അതിന്റെ നടുക്കൊരു അശോക ചക്രം എല്ലാം ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ഫ്ലാഗ് കാണുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു ഇത് തോന്നും. നമ്മള് പിന്നെ ഹിന്ദി എന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടെ ആയാലും നമ്മളിപ്പോ ഒരു വെളിയിറങ്ങി ഒരു മലയാളിയെ കണ്ടാൽ നമുക്ക് ഭയങ്കര. അതെ 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 അതെ. മലയാളികളെ ഉള്ളൂ. എന്നാലും ശരിക്കും പറഞ്ഞാലും വെളിയിറങ്ങിയ നമ്മള് മലയാളികളാണ്. അതെ അതെ. എന്നാലും നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നും. ഒരു സന്തോഷമാണ്. ഇപ്പൊ ഒരു ടാക്സി തന്നെ കയറി ഒരു മലയാളി ആണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ പലർക്കും മലയാളം അറിയാം. ഇപ്പം റീസെന്റ് തന്നെ ഞാനിങ്ങനെ ഒരു ടാക്സിയിൽ പോകുമ്പോൾ ഒരു സുഡാനി ഒരാളുണ്ടായിരുന്നു. അപ്പൊ ആളിങ്ങനെ കേരളാണെന്നൊക്കെ പറഞ്ഞു ചോദിച്ചു, സുഖം തന്നെ. ഒറ്റ വാക്കുകളൊക്കെ പഠിച്ചു. അതെ അതെ അതെ. പക്ഷെ ആ വാക്ക് കറക്റ്റ് ഇതിലാണ് പറയുന്നത്. ഇപ്പൊ എത്രയാണെങ്കിലും ഇപ്പൊ ഒരു മലയാളിയാണെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാവും. അതെ 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 അതെ. അല്ല, ഞാൻ ചോദിക്കും മലയാളിയാണോ ആണെന്ന്. കാണുമ്പോ അറിയാം, മുഖം കാണുമ്പോ നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നുന്നു. പിന്നെ അതെ അതെ. ഓക്കെ ശൈലേന്ദി, അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോവാം. ഓക്കെ, പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട്. ഇതില് എപ്പോഴെങ്കിലും ഗിഫ്റ്റ് അടിച്ചിരുന്നോ ഇടയ്ക്ക്? ഇല്ല ഇല്ല, എപ്പോഴൊന്നും അടിക്കാറില്ല. സ്റ്റോപ്പ്. അടിച്ചിട്ട് നമുക്ക് ഇന്ന് നോക്കാം. ഇതൊരു മാതിരി ഇടയില്. ഓക്കെ, ഇമേജിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. ടി വി കാണുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ടി വിയിൽ ശ്രദ്ധിച്ചോ. നമുക്ക് ഇമേജ് ടി വിയിൽ വരുന്നുണ്ട്. ഇമേജ് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഈ നടൻ ആരാന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആള് മരിച്ച വർഷമാണ് ചോദിച്ചേക്കുന്നത്. മരിച്ച വർഷം 2004. ഇപ്പൊ ഫേസ്ബുക്കിൽ വന്നതാണ്. 2008 2006, 2009, 2008. 2008 അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞതാണ്. 2008 ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആകുമോ എന്നുള്ളത്. സത്യം പറഞ്ഞ ഒരുപാട് എന്താ പറയാ, ഫേസ്ബുക്കിൽ ഇപ്പൊ വന്നതാണ്. എന്നിട്ട് എന്തിന്റെ പേര് പറഞ്ഞ? മരിച്ച ദിവസം ഇപ്പൊ അടുത്ത ദിവസങ്ങളിലായിരുന്നു ഡേറ്റ്. 2009 ആയിരുന്നു കേട്ടോ, 2008 ആയിരുന്നില്ല. ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റിലായിരുന്നു. 13 തീയതി 12. അതെ, അതുകൊണ്ട് ഓക്കെ, അങ്ങനെ റീസെന്റ് കണ്ടതായിരുന്നല്ലോ അല്ലെ, മറന്നുപോയി. എന്നിട്ട് 2009 ആയിരുന്നു വർഷം. ഓക്കെ ശൈലന്റി, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ശരി. ഒരു കോൾ ഉണ്ട്. ഹലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നേ? സുരേഷാണ് വിളിക്കുന്നത്. സുരേഷ്, എവിടുന്നാണ്? ദുബായ്. ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ വിളിക്കുന്നത്? അല്ലല്ലോ, നേരത്തെ നമ്മളുള്ളപ്പോ സംസാരിച്ചിട്ടുണ്ടല്ലോ. ആണല്ലേ, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്നില്ല. എന്ത് ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ളൂ. അതുകൊണ്ടാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് വിളിക്കണം. വേണ്ടേ? ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം എല്ലാ സമയത്ത് സ്ഥിരമായിട്ട് ഞാൻ ട്രൈ ചെയ്തു, കിട്ടിയില്ല. ആണോ? മഴ കുഴപ്പമൊന്നുമില്ലായിരുന്നു എല്ലാ സമയത്തും. ഓക്കെ ഓക്കെ. ഇന്നിപ്പോ എന്തായാലും കറക്റ്റ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ. എന്ത് ചെയ്യുന്നു സുരേഷ്? ഞാനിവിടെ വർക്ക് ചെയ്യാം. എന്തായിട്ട്? ഞാനിപ്പോ ഫാക്ടറി ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. എന്ത് ടൈപ്പ് ഫാക്ടറിയാണ് നിങ്ങളത്? ഞങ്ങളുടെ പാസീവ് ഫയർ ഫൈറ്റിംഗ് പ്രോഡക്റ്റ് ആണ്, ഫയർ റേറ്റഡ് ഡോസ്. ഓക്കെ, ഫയർ ഫൈറ്റേഴ്സ്. ഫയർ ഫൈറ്റിംഗ് അല്ല, ഫയർ റേറ്റഡ് ഡോസ്, ഫയർ എസ്കേപ്പ് ഡോസ് ഒക്കെ ഇല്ല. ഓക്കെ അല്ലേ, ശരി, മനസ്സിലായി. അപ്പൊ ഇത് കൂടുതലും നമ്മുടെ ഈ കമ്പനീസ് അങ്ങനത്തെ ഇതിലല്ലേ വരുന്നത്? അതോ ഓക്കെ. എനിക്ക് പക്ഷെ എന്താ അറിയോ, ഞാൻ ചോദിക്കാൻ കാരണം എനിക്ക് പിന്നെയും ആ സംസാരിച്ചൊരിത് വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെയും മുന്നേ സംസാരിച്ചിട്ടുണ്ടോന്നോ? അതെ അതെ അതെ, മുന്നേ സംസാരിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, ഓക്കെ, വെരി നൈസ്. അപ്പൊ നാട്ടിലെവിടെയാണ്? നാട്ടില് തിരുവനന്തപുരം. തിരുവനന്തപുരം എവിടെ? തിരുവനന്തപുരത്ത് സ്വന്തം സ്ഥലം വട്ടിയൂർക്കാവാണ്, സെറ്റിൽ ചെയ്തിരിക്കുന്ന പേട്. ഓക്കെ, എന്റെ അച്ഛന്റെ ഫാമിലി ട്രിവാൻഡ്രം, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. എവിടെ? PMG. ഇപ്രാവശ്യം ഞാനിങ്ങനെ നാട്ടിൽ പോയപ്പോ ട്രിവാൻഡ്രം അങ്ങനെയൊക്കെ പോയിരുന്നു. ട്രിവാൻഡ്രം കന്യാകുമാരി ഒരു ചെറിയ വിസിറ്റ് ഒക്കെ നടത്തിയിരുന്നു. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ കേട്ടോ. ഞാൻ എനിക്കൊന്ന് കുറച്ച് വർഷമായി ഈ ഒരു കഴക്കൂട്ടം ഏരിയയിൽ കൂടെ പോയിട്ട്. അപ്പൊ അവിടെ ഭയങ്കര മാറ്റങ്ങള്, ഒരുപാട് ഡെവലപ്പ് ചെയ്തു. അതെ അതെ, ഞാൻ മുന്നേ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു ഏരിയ കണ്ടിട്ട് ഒട്ടും മനസ്സിലാവുന്നില്ല. ഫേസ് 3 വരെ എത്തി.
ഫേസ് 3 കംപ്ലീഷൻ കഴിഞ്ഞപ്പോ നെക്സ്റ്റ് ഫേസ് 4 പ്ലാനിങ്ങിലാണ്. ഓ ഗോഡ്. അപ്പൊ എന്തായാലും ട്രിവാൻഡ്രം ഒരു ഭയങ്കര ബിഗ് സിറ്റി ആയിട്ടുണ്ട് എന്തായാലും. ബട്ട് സ്റ്റില് പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്ക് ബീങ് എ ക്യാപിറ്റൽ ഓഫ് ബീങ് എ സ്റ്റേറ്റ് ക്യാപിറ്റൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ വില്ലേജ്, ഇറ്റ് ലുക്സ് ലൈക്ക് എ വില്ലേജ് എന്ന് ആൾക്കാർ പറയുന്നത്. നോട്ട് എക്സാക്ട്ലി. വളരെ കുറച്ച് സ്ഥലം എനിക്ക് ഫീൽ ചെയ്തിരുന്ന എപ്പോഴും ഒരു റോയൽ സിറ്റി ആയിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒരു ബിസി സിറ്റി അല്ല. നമ്മള് എറണാകുളത്ത് തൃശ്ശൂരൊക്കെ പോലുള്ള സിറ്റീസ് ചെറുതാണെങ്കിലും ഭയങ്കര ബിസിയാ അവിടെ. ട്രിവാൻഡ്രം അത്ര ബിസി സിറ്റി അല്ല. ദാറ്റ് ഇസ് ഗുഡ് അല്ലേ? ഒരു തരത്തില് നല്ല. അത് നമുക്ക് തോന്നുന്നത് ഒരു കാമൻ ക്വയറ്റ് നല്ലൊരു റോയൽ, ആ ഒരു റോയാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറ്റേതെപ്പോഴും ഒരു ബിസി ലൈഫല്ലേ. ഇപ്പൊ ഇവിടുത്തെ ഒരു കമ്പയർ ചെയ്താൽ എറണാകുളം നോക്കിയാൽ എപ്പോഴും ബിസിയാണ്. കൂടുതൽ എനിക്കൊന്ന് യൂത്ത് ഇത് ആൾക്കാരാണ്. പക്ഷെ ട്രിവാൻഡ്രം നോക്കിയാൽ മിക്സ് ആണ് എപ്പോഴും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് രക്തത്തിൽ അരിഞ്ഞ സ്ഥലം, അതുകൊണ്ട് അതെ, ഇറ്റ്സ് വെരി ഗുഡ്. അതെ, ഓക്കെ. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നമുക്ക് നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് അറിയാലോ, നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരിക്കും? 78. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ കേട്ടിട്ടാണോ? അല്ല, എനിക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. 78 ഇൻഡിപെൻഡൻസ് ഡേ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. എന്താ പ്രിപ്പറേഷൻസ്? നോർമൽ പഴയ പോലെ. പണ്ടാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോ ഫ്രീ ആയിട്ട് മുട്ടായി കഴിക്കാനുള്ള വ്യഗ്രത കാരണം ഓടി പോകാറുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പൈസ കൊടുത്ത് മുട്ടായി വാങ്ങിച്ചു. പണ്ട് ഗവൺമെന്റ് ഒരു ഫ്ലാഗിന്റെ കളറുള്ള മിഠായി ഉണ്ടായിരുന്നല്ലോ നമുക്ക്, അത് തരുമായിരുന്നു സ്കൂളിൽ നിന്ന്. ഫ്ലാഗിന്റെ അന്ന് നമുക്ക് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എക്ലേഴ്സ് ആൻഡ് പാരീസ് എന്ന് വെച്ചാൽ പാരീസിന്റെ ഈ ടോഫീസ് ആണ്. ചോക്ലേറ്റ് ഉള്ള ടോഫീസ് ഈ അതിന്റെ റാപ്പർ ഈ നമ്മുടെ ഫ്ലാഗിന്റെ ഇതിൽ റാപ്പ് ചെയ്ത് വരുമായിരുന്നു. അതിന് വേണ്ടിട്ട് കുറെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നല്ലോ സ്കൂളിലൊക്കെ. പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഞങ്ങള് കാരണം ഞങ്ങളുടെ ഈ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരായിരുന്നു ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ക്ഷണിക്കുന്നത്. കാരണം പ്രിൻസിപ്പൾ ജസ്റ്റ് വന്ന നോട്ടൊന്ന് വിട്ടിട്ട് ബാക്കി പിന്നെ ഞങ്ങളെ വലിച്ച് മോളി കേട്ടണം ആണല്ലേ? അപ്പൊ എനിക്കൊന്ന് നല്ലൊരു ഓർമ്മകളുണ്ട്. അപ്പൊ ഒന്ന് പറയാമോ എങ്ങനെയുണ്ടായിരുന്നു ഒരു ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സ്കൂൾ ടൈം, ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ? ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷത്തിൽ 2 ദിവസം സ്കൂളിൽ കളർ ഡ്രസ് ഇട്ട് പോവാം. ഒന്നെന്ന് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇറ്റ് ഇസ് നോട്ട് മസ്റ്റ് യു ഷുഡ് കം ഓൺ യൂണിഫോം, കളർ ഡ്രസ്. പിന്നെ രണ്ടാം നമ്മുടെ ബർത്ത്ഡേക്ക്. ആ ഇതില് ഭയങ്കര ജോയ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അത് കൊള്ളാം. അപ്പൊ അന്നത്തേക്കായിട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിരിക്കും, ഡ്രസ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. എപ്പോഴെങ്കിലും ഫ്ലാഗ് കളറിൽ പോയിട്ടുണ്ടോ? ഫ്ലാഗ് കളറില് ഇല്ല, പോയിട്ടില്ല. നമുക്ക് അത്ര അലൗഡ് അല്ല. ഇപ്പൊ ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നാഷണൽ ഡേക്ക് എപ്പോഴും നാഷണൽ ഡേ കോസ്റ്റ്യൂം അങ്ങനെ ഒരു കോസ്റ്റ്യൂമൊക്കെ സ്കൂളിലൊക്കെ വന്ന് ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങിയതിനു ശേഷമാണ്. ആണല്ലേ? പക്ഷെ നമുക്ക് കൂടുതലും അങ്ങനെ ഒരു ഫ്ലാഗ് ഡ്രസ് നമുക്കില്ല അല്ലെ? അങ്ങനെ നമ്മൾ ചെയ്യാറില്ലല്ലോ. നമ്മള് ഈ ഫ്ലാഗ് ഡ്രസ്സൊക്കെ ഇപ്പം അവർക്ക് സ്കൂളുകാര് കസ്റ്റം ചെയ്ത് കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു പിള്ളേർക്ക്. ഈ നാഷണൽ ആന്തം പാടുന്നവർക്ക് അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുന്ന പിള്ളേർക്ക് അവര് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അവരെ കോമ്പിനേഷൻ ആ ഒരു പാറ്റേൺ അവര് ഫ്ലാഗ് ഡ്രസ് ചെയ്യാറുണ്ട്. കാരണം കുറെ പേര് ഓറഞ്ച് ആയിരിക്കും, കുറെ പേര് വൈറ്റ് ആയിരിക്കും, കുറെ പേര് ഗ്രീൻ, അങ്ങനെ വരാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സോങ്ങിനൊക്കെ നിൽക്കുമ്പോൾ വരാറുണ്ട്. മൊത്തത്തിലൊരു കളർഫുൾ ഇതില്. പക്ഷെ ഈ കളറൊക്കെ എന്തിന്റെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഇപ്പൊ സാഫ്രോൺ നോക്കിയാൽ അത് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഓരോ കളറിനും ഓരോ മീനിങ് ഉണ്ടാകും. സാഫ്രോൺ ലൈക്ക് ഗ്രീൻ പ്രോസ്പെറിറ്റി ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. Saffron is like strength and courage. അങ്ങനെയാണെന്ന്, സ്ട്രെങ്ത് ആൻഡ് കറേജ്. അതാണ്. അപ്പൊ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്തോണ്ടിരിക്കുകയാണല്ലേ ഇൻഡിപെൻഡൻസ് ഡേ പറയുമ്പോഴത്തേക്കും. എനിക്കിങ്ങനെ കുറെ ഇങ്ങനെ തോന്നാറുണ്ട്, എന്തൊക്കെയാ നമ്മൾ പണ്ട് ചെയ്തിരുന്നെന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പണ്ട് ഞങ്ങൾക്ക് തന്നെ ഒന്നത് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ്, കാരണം ബീങ് ഹൈപ്പർ ഞങ്ങളെ മെയിൻ സ്റ്റേജിലോട്ടേക്ക് പിന്നെ നമ്മളാണ് ഫ്ലാഗ്. കുറച്ച് നമുക്ക് സ്ട്രെങ്ത് ഉള്ള ആൾക്കാർ വേണമല്ലോ ഇത് മേളിലെത്തിക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്രീ ആയിട്ട് മുട്ടായി കിട്ടുക. പണ്ടൊക്കെ പൈസ കൊടുത്ത് മുട്ടായി കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. കൊള്ളാം. അപ്പൊ എന്തായാലും നാളെ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നാളെ പോകുന്നുണ്ടോ ബുർജ് ഖലീഫയിൽ കാണാൻ പോകുന്നുണ്ടോ? അതെ അതെ അതെ. അപ്പൊ നാളെ ബുർജ് ഖലീഫയിൽ കാണാൻ പോകുന്നുണ്ടോ? ഓ ഇല്ലല്ല, നാളെ വർക്കിംഗ് അല്ലേ. ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആവും അല്ലേ? നോർമലി വർക്കിംഗ് ഡേയ്സ് അങ്ങനെ പുറത്ത് പോകാറില്ല, ഇങ്ങനെ ഇരുന്ന് സെറ്റിൽ ചെയ്യണ പരിപാടി. ഓക്കെ. അപ്പൊ എന്തായാലും അഡ്വാൻസ് ഹാവ് ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. താങ്ക് യു ആൻഡ് സെയിം ടു യു. താങ്ക് യു ഓൾ UBL ഗ്രൂപ്പ്. താങ്ക് യു സോ മച്ച് ഫ്രം എൻറ്റയർ UBL ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ആയിക്കോട്ടെ, പോവാലോ. ഓക്കെ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. അപ്പൊ സ്റ്റാർട്ട്, സ്റ്റോപ്പ്.
ഓക്കെ GK. എന്നെ കൊണ്ട് പോകും GK. നമുക്ക് നോക്കാം. ചില നമ്മുടെ GK ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അതെ അതെ അതെ, നമുക്ക് എന്തായാലും നോക്കാം GK ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവുന്നു. ഓക്കെ, ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. ആദ്യ ഏഷ്യൻ ഗെയിംസ് ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്തത്? ആദ്യ ഏഷ്യൻ ഗെയിംസ് ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്തത്? ചൈന, കൊറിയ, ജപ്പാൻ? എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാനൊന്ന് പിക്ക് ആൻഡ് ചൂസ് ജപ്പാനാ ചൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ജപ്പാനാണോ ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് ഹോസ്റ്റ് ചെയ്തെന്നുള്ളത്? കറക്റ്റ് ആൻസർ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ കറക്റ്റ് ആൻസർ ആണോ? അല്ല, ചൈന ആണോ? ചൈന ആയിരുന്നു. നന്നായിക്കോട്ടെ. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സംസാരിക്കാൻ പറ്റി. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. താങ്ക് യു, സെയിം ടു യു വൺസ് അഗൈൻ. ബൈ. ഓക്കെ, അപ്പൊ അടുത്തൊരു കോളിന്റെ. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്ന ഷെരീഫക്ക? അതെ. എനിക്ക് വയ്യോ, ഞാനിങ്ങനെ ചില സമയത്തൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയാറില്ല ഷെരീഫിക്കാനെ, പ്രത്യേകിച്ച് അല്ലേ? ഓക്കെ, താങ്ക് യു. അതെ അതെ, എന്താണ് വിശേഷം? ഒറ്റക്കേ ഉള്ളൂ? ഒറ്റക്കേ ഉള്ളൂ. ഇന്നലെ ഒറ്റക്കായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നൊന്ന് നോക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് നിങ്ങൾ എല്ലാവരും? 2 മാസമായിട്ട് കാണാറില്ല. എന്താ കാണാത്ത? ഞങ്ങള് കൊറേ ആയിട്ട് മിസ് ചെയ്യായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് വന്നേ ഉള്ളൂ. ആണോ? ആഹാ, 2 മാസമായിട്ട് നാട്ടിലായിരുന്നു? 1.5 മാസമായിട്ട് നാട്ടിലായിരുന്നു. ആ, കൊള്ളാം. നല്ലൊരു വലിയ വെക്കേഷൻ ആയിരുന്നോ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടില് പോയിട്ട്? നല്ല കാലാവസ്ഥ, നല്ല മഴ. എവിടെയായിരുന്നു നാട്ടില്? കണ്ണൂര്. കണ്ണൂർ പക്ഷെ അത്രയ്ക്കും മഴയില്ലെന്ന് തോന്നുന്നല്ലേ? എന്നാലും ഈ ഒരു ഡേഞ്ചറസ് മഴ പോലത്തെ അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല നിങ്ങക്ക്? കൊള്ളാം. എന്നിട്ട് നാട്ടില് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഈ ഒരു 1.5 മാസം എന്തായിരുന്നു പരിപാടി? കല്യാണം. ഓ, കൊറേ കല്യാണം കൂടി. കൊറേ കൂടി. കുടുംബത്തിൽ തന്നെയുള്ള കല്യാണങ്ങള്? കുടുംബത്തിലും ഫ്രണ്ടിന്റെ മകളും അങ്ങനെ. ഓക്കെ, എല്ലാം അടിച്ചു പൊളിച്ച് തകർത്ത്. ഇപ്പൊ മിനിങ്ങാന്നല്ലേ എത്തിയത്? ഞായറാഴ്ച. ഞാൻ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ. ശരിയാ. എന്നിട്ട് എങ്ങനെയുണ്ട് തിരിച്ചു വന്നിട്ട് കൊറേ നാള് കഴിഞ്ഞിട്ട്? പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും പിന്നെ അത്ര ഫീലാവില്ലല്ലോ, എപ്പോഴും ഫോണും കാര്യമായിട്ട്. ആണല്ലേ? സംസാരിക്കുന്നത് അങ്ങനത്തെ ഇതില്ലല്ലോ. ഫീലിംഗ്. അതെ അതെ. പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പണ്ട് ഫോൺ കാണാൻ പറ്റില്ലല്ലോ, സംസാരിക്കണം. അത്ര ഫീലിംഗ് ഇപ്പൊ ഇല്ല. അപ്പൊ എനിക്കൊന്ന് വർഷത്തിലൊന്നായിരിക്കല്ലേ പോകുന്നതും? ഇല്ല, ഇപ്പൊ 8 മാസം ആകുമ്പോഴും പോകും. അല്ല, പണ്ടൊക്കെ വർഷത്തിലൊന്നും? 1.5 മാസം അങ്ങനെ പോകും. ആണല്ലേ? ഓ, അപ്പൊ കുറച്ചുകൂടെ നമ്മളൊരു ഡിസ്റ്റൻസിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. ഇപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇല്ല ഇല്ല അല്ലെ? എപ്പോഴും നാട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുന്നുണ്ട്. അതെ. ഞാനിപ്പോ ആക്ച്വലി ചോദിച്ചോണ്ടിരിക്കുക, നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ നാളെ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ. അപ്പം എന്റെ ഷെരീഫിക്കയുടെ പണ്ടത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെ ഉണ്ടായിരുന്നു പണ്ടത്തെ ഇൻഡിപെൻഡൻസ് ഡേ? അതിൽ എന്തെങ്കിലും നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ടായിരുന്നോ? മുമ്പ് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ തന്നെ പായസ വിതരണം, പിന്നെ തോരൻ കിട്ടുക. പായസമൊക്കെ കിട്ടുമല്ലേ? പായസം ഇപ്പോഴുണ്ട്. ഇപ്പൊ വായനശാല, കുട്ടികൾക്കും പിന്നെ പായസ വിതരണം, കൊടി തോരൻ കിട്ടുക, ഫ്ലാഗ് കൊടുക്കുക, അതൊക്കെ തന്നെ ആണല്ലേ? പിന്നെ ഇപ്പോഴും ആഘോഷം കുറച്ച് കൂടി, എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങി. മുമ്പ് സ്കൂളിലാണ്, ഇപ്പൊ വായനശാല ടീം, ക്ലബ് ടീം എല്ലാവരും ആഘോഷിക്കും. അസോസിയേഷന്റെ വകയിൽ അങ്ങനെ എല്ലാവരും. അതെ, നമുക്ക് ഇവിടെ ആയാലും ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ടാവും. 1 വർഷം വരെ ഉണ്ടാവും. ആഘോഷം ഇവിടെ ശരിക്കും നമ്മൾ അതുകൊണ്ട് ബ്ലെസ്ഡ് ആണല്ലേ? കാരണം എന്ത് ആഘോഷമാണെങ്കിലും നമുക്കിവിടെ അതെ ആ ഒരു മനസ്സ് തുറന്ന് ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ആണെങ്കിലും ഈ ഒരു വീക്കിലും, വിഷു ആണെങ്കിലും, അതെ ഈ ഒരു വീക്കും നെക്സ്റ്റ് വീക്കും എല്ലാം ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ഉണ്ട്, ഓരോ ഗ്രൂപ്പിന്റെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അതെ, ഇത് കഴിഞ്ഞിട്ട് ഓണം തുടങ്ങും. നമ്മളിപ്പോ ഈ 25th തൊട്ടിട്ട് നമ്മൾ പറയണ്ടായിരുന്നു ഓണം തുടങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. അപ്പൊ പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആയാലും നമ്മള് യൂഷ്വലി നമ്മുടെ സ്കൂളിൽ ഒരു ഗ്യാതറിങ്ങിന് അല്ലെങ്കിൽ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മളൊരു പ്രതിജ്ഞ പറയുമായിരുന്നു. ഓർമ്മയുണ്ടോ അതെപ്പോഴും? ഉണ്ടോ? ശരിക്കും പറ, ഒരു 2 ലൈനെങ്കിലും തെറ്റാതെ പറയൂ. ഇന്ത്യ എന്റെ രാജ്യമാണ്, എന്റെ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാർ, അങ്ങനെ പോകും. അങ്ങനെ പോകും. അങ്ങനെ പോകും.
അങ്ങനെ പോയതേ ഉള്ളല്ലേ, തീർന്നു. അല്ല അങ്ങനെയുണ്ട്. ഇനിയിപ്പോ നമ്മളിങ്ങനെ വെടിവെടിയായി അതിന്റെ ശരിയായ ഇത് പറയാൻ പറ്റില്ല. കൊള്ളാം കൊള്ളാം. ഞാൻ എന്റെ മാതൃരാജ്യത്തെയും സ്നേഹിക്കുന്നുണ്ട്. അതെ, എക്സാക്ട്ലി. നമ്മളിപ്പം പറയുമ്പോ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും കൊള്ളാം. അപ്പൊ എനിക്കത് തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് ഇങ്ങനെ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പറയട്ടെ. ഓക്കെ. ഇന്ത്യ ഈസ് മൈ കൺട്രി ആൻഡ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഐ ലവ് മൈ കൺട്രി. ഓർമ്മയുണ്ടോ ബാക്കി? അതല്ല, അത് മലയാളം പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇത് മുമ്പ് ഞാൻ പറഞ്ഞതാ. അല്ല, ഞാൻ പറഞ്ഞു തന്ന ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? പറ നോക്കാം. എന്നാ ഷെരീഫ്ക പറ. പിന്നെ അല്ല, അങ്ങനെ തന്നെ പറഞ്ഞോ, അതാ ബെറ്റർ. ഒരു ടൈം കളയണ്ട. എന്നാ ഷെരീഫ്ക റിപ്പീറ്റ് ചെയ്യ, എന്റെ കൂടെ പറ. പറഞ്ഞോളൂ. സാധാരണ ഒരാൾ പറഞ്ഞു തരാറുണ്ടല്ലോ, നമുക്ക് അതുപോലെ പറഞ്ഞു നോക്കാം. ഓക്കെ. ഇന്ത്യ ഈസ് മൈ കൺട്രി. India is my country. All Indians are my brothers and sisters. All Indian brothers and sisters. I love my country. I love my country. And I am proud of it. I love Rich and varied heritage. Rich and varied heritage. I shall always try to be. അത് ആ വരിയാണ് നമ്മൾ കിട്ടാത്തത്. I shall always try to be worth of it, and I shall give respect to my parents, teachers, and all elders, and treat everyone with courtesy. അതാണ് മറന്നുപോയത്. അതെ അതെ അതെ, ശരിക്കും കേട്ടോ. ഇപ്പം വീണ്ടും ഇങ്ങനെ വായിക്കുമ്പോൾ ഞാനും ഇങ്ങനെ വിചാരിക്കാറുണ്ട്. കൊള്ളാം. എന്തായാലും എനിക്ക് നിരഞ്ജനാണ് ഇത് ഫോർവേഡ് ചെയ്തത്. നിരഞ്ജൻ ഇത് പറഞ്ഞേ പറ്റൂ എന്നുള്ളത് പറഞ്ഞതിന്റെ അടുത്ത്, അതുകൊണ്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത്. കമ്പ്യൂട്ടർ ഇല്ലേ? ഉണ്ട്, ടോണി ഉണ്ട്. എന്തായാലും അവർക്ക് ഈ ഒരു ഇതിലുണ്ടല്ലോ, നമുക്ക് പറയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ആ ഒരു പേട്രിയോട്ടിക് ഇതിലേക്ക് പോകും. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്തായാലും നിരഞ്ജന് ഒരുപാട് താങ്ക്സ് ഷെയർ ചെയ്തതിന്. ഓക്കെ, അപ്പൊ ഷെരീഫ്ക നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓർമ്മയുണ്ടോ നമ്മുടെ ഗെയിമൊക്കെ? ഇന്നലെ വിളിച്ചിരുന്നോ? ഓക്കെ, ഞാൻ കണ്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്പോർട്സ്. അടിപൊളി. ഷെരീഫിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമല്ലേ സ്പോർട്സ്? അടിപൊളി. എന്തായാലും നമുക്ക് സ്പോർട്സിൽ നിന്ന് നോക്കാം. നാട്ടിൽ പോയിട്ട് പടമൊക്കെ കണ്ടോ? മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ? ഏതാ? ടർബോ. അന്നേരം തൊട്ട് നാട്ടിലായിരുന്നല്ലേ? ഓ, അടിപൊളി. അത് കഴിഞ്ഞിട്ടും കൊറേ ഇറങ്ങിയിരുന്നല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാണേ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകളിൽ കൂടുതൽ നേടിയ ബൗളർ ആരാണ്? വസീം അക്രം, മാൽക്കം ഹർഷാൽ, ഗ്ലെൻ മഗ്രാത്ത്. ഇവരിൽ ആരാണ്? മാൽക്കം മാർഷലാണ് 500 വിക്കറ്റിൽ കൂടുതൽ നേടിയത് ടെസ്റ്റില്. വസീം അക്രം, മാൽക്കം മാർഷൽ, ഗ്ലെൻ മഗ്രാത്ത്. കുത്ത്. പെട്ടെന്ന്. മാൽക്കം മാർഷൽ. മാൽക്കം മാർഷൽ ആണെന്നാണ്. ഗ്ലെൻ മഗ്രാത്ത്, വസീം അക്രം, ഗ്ലെൻ മഗ്രാത്ത്. കറക്റ്റ് ആൻസർ. ഈ ടൈം ഔട്ട് ആവരുത് കേട്ടോ. ജസ്റ്റ് ആ ഒരു മൊമെന്റിലാണ് നമ്മൾ കാണിച്ചത്. അടുത്തതിന് പെട്ടെന്ന് പറഞ്ഞോളാം. ഓക്കെ, സ്റ്റാർട്ട്. അവിടെ നിന്ന് അത്യാവശ്യം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത്തിരി സൗണ്ട് കുറച്ചോ. സ്റ്റോപ്പ് പറയുന്നില്ലേ? മറന്നോ ഞാൻ? സ്റ്റോപ്പ്. ഓക്കെ, നമുക്ക് മൂവീസ് ആണ്. പറഞ്ഞു തീർന്നില്ല, നമ്മള് മൂവീസിലെത്തി. ടർബോ ആണല്ലേ ഫൈനൽ കണ്ടു നിർത്തിയത്? കൊള്ളാം. നമ്മുടെ മണിച്ചിത്രത്താഴിന്റെ റീ റിലീസ് വരുന്നുണ്ടേ ഈ വീക്കെൻഡ്. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും കാണാൻ പറ്റും നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇരകൾ എന്ന ചിത്രത്തിൽ KV ഗണേഷ് കുമാർ ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഇരകൾ എന്ന ചിത്രത്തിൽ KV ഗണേഷ് കുമാർ ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ്? ബോബി, ബേബി, ജോബി. അടിപൊളി. ബോബി, ബേബി, ജോബി. പറഞ്ഞ റൈമിംഗ് വേർഡ്സ് ആണ്. ബോബി, ബേബി. ഓക്കെ, നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ. നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പറഞ്ഞത്. കറക്കി കുത്താണോ? പക്ഷെ പറഞ്ഞു കേട്ടിട്ട് തോന്നിയില്ല. ഓക്കെ, അടുത്ത സ്റ്റാർട്ട്. എന്താ ഷെരീഫ്ക്കയുടെ ഒരു ആവേശം നോക്ക്. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് പറഞ്ഞു.
സ്റ്റോപ്പ്. ഓക്കെ, പൊളിറ്റിക്സ്. നമ്മൾ എല്ലാ മേഖലയിലും കടക്കുന്നുണ്ട്. ഓക്കെ. സ്പോർട്സ്, മൂവീസ്, പൊളിറ്റിക്സ് എല്ലാം എത്തിപ്പോയി. അപ്പൊ പൊളിറ്റിക്സിൽ നിന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് കേട്ടോളൂ, നമുക്ക് സമ്മാനം കിട്ടേണ്ടതാണ്. ഓക്കെ. ഇന്നലെ കിട്ടിയിരുന്നോ? കിട്ടിയോ? ആഹാ, അടിപൊളി. എന്താ ഇപ്പൊ വരുന്ന ഈ സമ്മാനമൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട്? എപ്പോഴാ നിങ്ങൾ ആഗോളി വരെ ഉള്ളൂ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കണേ. 2024 പ്രസൂൺ ബാനർജി വെസ്റ്റ് ബംഗാളിലെ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്? ബാരാസാത്ത്, ഹൂഗ്ലി, ഹൗറ? ഓപ്ഷൻ സി. ഇത് കറക്കി കുത്തോന്ന് എനിക്ക് മനസ്സിലായി. കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് വയ്യ. അപ്പൊ ഇന്നും അടിച്ചു ഗിഫ്റ്റ്. അടിപൊളി. അപ്പൊ 2 ഗിഫ്റ്റും അടുത്ത ആഴ്ച വന്ന് കളക്ട് ചെയ്യണം. നേരിട്ട് വരിക. നാളെ വരണ്ട. നാളെ നമുക്ക് 3-in-1 ഇല്ലല്ലോ. ഇനി നെക്സ്റ്റ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഉള്ളൂ. നമ്മുടെ ഷോയുടെ ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഉജാലയുടെ ഗിഫ്റ്റ് ആമ്പർ ഉണ്ടാവും. നമ്മൾക്ക് ഷെരീഫിക്കനെ കാണാനും പറ്റും, കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഷോ ചെയ്യാനും പറ്റും. അപ്പൊ അടുത്ത ആഴ്ച എന്തായാലും വരണേ. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ കോളിംഗ്. നേരത്തെ വിളിച്ചിട്ടൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഷെരീഫ്ക്ക് അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്തായാലും നേരത്തോട്ട് അറിയാവുന്നുള്ളത് കൊണ്ട് നേരത്തെ വിളിച്ച് എന്തായാലും കൺഫേം ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാനിപ്പോ വരാം. Welcome back to 3-in-1 in association with Time Express Cargo and gift sponsored by Green Olives Beauty Salon and special gift hamper from Ujala. അപ്പോൾ നേരത്തെ നമ്മൾ സുരേഷിന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ വി അപ്പോളജൈസ് ഫോർ ദാറ്റ്. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ ഒളിമ്പിക്സ് എവിടെയാണ് ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക്സ് അല്ല, ഇപ്പോൾ ഒളിമ്പിക്സ് ഒക്കെ റീസെന്റ് നടന്നതുകൊണ്ടാണ് എനിക്ക് അതിലേക്ക് പോയത്. ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്തതെന്നായിരുന്നു ചോദിച്ചത്. അത് ഇന്ത്യയിലായിരുന്നു. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസറിൽ കുറച്ചൊരു മിസ്റ്റേക്ക് വന്നു. സോറി ഫോർ ദാറ്റ് സുരേഷ്, വി ആർ അപ്പോളജൈസിങ് ഫോർ ദാറ്റ്. അപ്പൊ എന്തായാലും സുരേഷ് ഒന്നും കൂടെ വിളിക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് 3-in-1 8:30 വരെ ആയിരിക്കും ഞാൻ ഇവിടെ ഉണ്ടാവുക. വിളിക്കേണ്ട നമ്പർ 0423822491. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഓണം കാലമാണ്. അപ്പോൾ ഓണം നമ്മൾ 25th നമ്മൾ ഡോ സീസൺ ഇവന്റ്സുമായിട്ട് ചേർന്ന് ഓണം തകർക്കാൻ പോവുകയാണ്. നമ്മുടെ നെസ്റ്റോ മിയാമാൾ ഷാർജയിൽ വെച്ചിട്ടായിരിക്കും ഓണാഘോഷങ്ങളും തകർപ്പൻ ഗെയിംസും കോമ്പറ്റീഷൻസും എല്ലാം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും രജിസ്ട്രേഷനും എൻട്രിയും എല്ലാം ഫ്രീ ആണ്. ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഫുള്ള് തകർത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അത്തംപത്തോണം 2024 അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് 25th of August. അപ്പൊ എല്ലാവരെയും നിങ്ങൾ ഹാർദവമായിട്ട് ക്ഷണിക്കുന്നു. UBL ഇതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ഈ ഒരു ഓണം 2024 ഓണം നമ്മളിവിടെ ആ ഒരു തകർപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. September 15th നമുക്ക് ഓണം വരുന്നത്. പക്ഷെ ഇപ്പൊ തൊട്ടേ നമ്മൾ അതിന്റെ ആഘോഷങ്ങളിൽ കിടക്കാണ്. കോമ്പറ്റീഷൻസ് നമുക്ക് പായസം മത്സരം, അതുപോലെ തന്നെ കുക്കിംഗ് കോമ്പറ്റീഷൻസ്, നമ്മുടെ മലയാളി മങ്ക മാരൻ കോമ്പറ്റീഷൻസ് ഇതെല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരെയും അവിടെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ നിതം കൺസൾട്ടൻസി ഫോർ 1 year നമ്മുടെ ജേർണി ഉണ്ട്. നിതം കൺസൾട്ടൻസി ആയിട്ട് പാട്ടുകാരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇവന്റ്. മെഗാ ഇവന്റ് വരുന്നത് 31st of August വിത്ത് നരേഷ് അയ്യർ ആണ്. സോ ആരൊക്കെയാണ് ഈ മാസത്തെ ആ ഒരു ഭാഗ്യശാലികൾ, ആ മെഗാ ഇവന്റിൽ പാടാൻ പോകുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് സൂൺ അറിയാവും 31st ഇവന്റിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെൻഷൻസ്. അപ്പൊ നമുക്ക് വേറൊരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ. ഹായ്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഹായ്, ഗുഡ് ഈവനിങ്. സ്നേഹയാണ്. സ്നേഹ? അതെ അതെ. ഓക്കെ, നേരത്തെ വിളിച്ചിട്ടുണ്ടോ സ്നേഹ? Maybe 3 months back. 3 months back. So where were you with it? I was here quite busy. Okay. ജോബിന്റെ ഇതിൽ ബിസി ആയിരുന്നോ അതോ? ജോബിന്റെ ഇതിൽ കുറച്ച് ബിസി ആയിരുന്നു. ഓക്കെ. എന്നിട്ട് വർക്ക് ചെയ്യുന്നേ? ഞാൻ HR-ലാ. ഓക്കെ, ഫൈൻ ഫൈൻ. നിങ്ങൾ റിക്രൂട്ട് ചെയ്ത് കമ്പനി ഫുൾ ആൾക്കാരെ നിറച്ച് എന്താ പറയാ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്ന ആളല്ലേ? എങ്ങനെയുണ്ട് ഒരു HR ആയിട്ട് വർക്ക് ചെയ്യുന്നത്? കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നു. So you are enjoying it? Yes, yes. Okay, so daily you are recruiting someone അല്ലേ? പുതിയൊരു ആൾക്കാരെ കാണുന്നു, അവരെ ഐഡന്റിഫൈ ചെയ്യുന്നു, അവരുടെ ടാലന്റ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നു.
അതെ അതെ, റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഹയർ ചെയ്യും. എവിടെ വർക്ക് ചെയ്യുന്നത്? ദുബായ്? അല്ലല്ല, ഞാൻ ഷാർജയില. അപ്പൊ താമസിക്കുന്നത് ദുബായിൽ തന്നെയാണോ? അതെ അതെ, താമസിക്കുന്നത് ദുബായില. ട്രാവലിംഗ്? ട്രാവൽ ചെയ്യും. ലൈക് മോർണിംഗ് വിത്ത് ദുബായ് ടു ഷാർജ. ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാണോ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രാഫിക് ആവുക എന്നുള്ളതാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പോഴൊക്കെ എല്ലാവരും റെന്റ് നോക്കിയിട്ട് കൂടുതലും ഷാർജയിലേക്ക് മാറും. പക്ഷെ ഇപ്പൊ ഷാർജയും ദുബായ് അജ്മാനും ഒക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ റെന്റ് കൂടി വരുന്നില്ലേ? എനിക്കൊന്ന് ഷാർജയിലും റെന്റ് കൂടുതലായിരുന്നു ലാസ്റ്റ് ടൈം. ഇപ്പൊ ഈ ഒരു ഇതിലും കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ മേ ബി എല്ലാവരും തിരിച്ച് ബാക്ക് ടു ദുബായ് വന്നിട്ട് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഒത്തിരി നാള് ദുബായ് ജീവിച്ചിട്ട് ഷാർജ ജീവിക്കുന്ന ഇച്ചിരി ഒരു ഇതാണ് അല്ലേ? ശരിയാണ്. കമ്പാരിറ്റീവ്ലി നമ്മളിപ്പം ഇവിടുന്ന് നമ്മൾ നാട്ടിൽ പോകുമ്പോഴത്തെ ഒരു ഡിഫറൻസും ഉണ്ടല്ലോ. അതേപോലെ തന്നെയാന്ന് തോന്നുന്നു എനിക്കൊന്ന് ദുബായ് ഷാർജ ഒക്കെ വരുമ്പോഴേക്കും. കാരണം എനിക്ക് അതെ നാട്ടിൽ എനിക്കൊന്ന് ഞാനിപ്പോ റീസെന്റ് പോയതുകൊണ്ടാണ്. നമ്മൾ ഇവിടെ ആവുമ്പോ എപ്പോഴും ദുബായിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ആ ഒരു ബിസി ഇത് എപ്പോഴും ഈ റോഡിന്റെ ട്രാഫിക്കിന്റെ ഇത് അല്ലെങ്കിൽ വണ്ടിയുടെ സൗണ്ട് ഇതൊക്കെ കേട്ടിട്ട് നാട്ടിൽ പോയി ആ ഒരു സൈലന്റിൽ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഇതാണ്. നമുക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ കുറച്ചൊരിതുണ്ടായിരുന്നു. ഷാർജയിലെ ട്രാഫിക്കിന്റെ ആ ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമില്ല. ഓക്കെ. സോ എന്തായിരിക്കും ഷാർജയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? എനിക്ക് അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏതാണ് ഒന്ന് സജസ്റ്റ് ചെയ്യാനുള്ളത്? നല്ലൊരു റെസ്റ്റോറന്റ്, നല്ലൊരു ഫുഡ്. അവിടെ ഗോൾഡൻ ടേസ്റ്റി ഉണ്ട് മൊബൈലില്. അവരുടെ ചാർക്കോളൊക്കെ ഭയങ്കര അടിപൊളിയാ. പറയുമ്പോ തന്നെ ഭയങ്കര ഒരു ഇത് തോന്നുന്നുണ്ടല്ലോ അല്ലേ? സ്പെസിഫിക്കലി പറയാൻ വേണ്ടി ഇതാണ്. ആണല്ലേ? വൺസ് ഇൻ എ വീക്ക് ട്രൈ ചെയ്യാറുണ്ടോ? വൺസ് ഇൻ എ വീക്ക് അല്ല, മന്ത്ലി മേ ബി. ഓക്കെ. അവിടെ സ്വീറ്റ് വേൾഡിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? സ്വീറ്റ് വേൾഡിൽ ഇല്ല, ഞാൻ പോയിട്ടില്ല. ഓക്കെ. സ്വീറ്റ് ബാസ്ക്കറ്റ്? ഇല്ല. അത് ഏത് ഏരിയയിലാ? മൊബൈലിൽ തന്നെ. മൊബൈലില? ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോ ഒന്ന് ട്രൈ ചെയ്യാം. സ്വീറ്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. ഷുവർ ഡെഫിനറ്റ്ലി. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെയാണോ ബോൺ ആൻഡ് ബ്രോട്ടപ്പ്? അല്ല, ബോൺ നാട്ടിലായിരുന്നു, ബ്രോട്ടപ്പ് അല്ല ഇവിടെയാണ്. ബ്രോട്ടപ്പ് ഇവിടെയാണ്. അപ്പം നാട്ടില് കുറച്ച് നാളത്തെ ഓർമ്മകളൊക്കെ ഉള്ളൂ? അതെ, ഒരു 4ാം ക്ലാസ് വരെയുള്ള ഓർമ്മ. 4ാം ക്ലാസ് വരെയുള്ള ഓർമ്മ ഉണ്ടല്ലേ? അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നു വെച്ചാൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടോ? എനിക്ക് അത്ര ഓർമ്മയില്ല, സോ ഐ കാൻറ്റ് കംപ്ലീറ്റ്ലി റിലേറ്റ്. ഓക്കെ. എപ്പോഴെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇൻഡിപെൻഡൻസ് ഡേക്ക്? നമുക്ക് പേട്രിയോട്ടിക് സോങ് ഒക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രസ്അപ്പ് കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുണ്ട്. യൂഷ്വലി ഞാൻ ടിവിയിൽ വാച്ച് ചെയ്യാറുണ്ട്, അല്ലാതെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല. ഓക്കെ. വി യൂസ് ടു ഹാവ് ലൈക് ഡ്രസ്അപ്പ് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരാളെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഡ്രസ് ചെയ്യുക, അങ്ങനെയൊക്കെ എപ്പോഴും ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ മിക്കവരും എല്ലാവരും തന്നെ മഹാത്മാഗാന്ധി അല്ലെന്നുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റു, ഇങ്ങനെയാണ്. ഈ ഈസി ആയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ? അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. എന്റെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എപ്പോഴും ഒരു പേട്രിയോട്ടിക് സോങ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫാൻസി ഡ്രസ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കാണും. ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിനൊക്കെ. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു 15th എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോളിഡേ ആണ്. അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നാട്ടിൽ തന്നെ ഐ തിങ്ക് ഒത്തിരി ഒക്കേഷൻസ് ആ ഒരു ഇതിലുണ്ടാവും. ലൈക്ക് റോഡിൽ കൂടെ ഐ ഹാവ് സീൻ ഉണ്ട്. മുന്നേക്കെ നമുക്ക് ഇങ്ങനെ റോഡിൽ റാലി പോലെ മോട്ടോർ സൈക്കിൾ റാലി അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടല്ലോ കൂടുതൽ. ഐ തിങ്ക് ആഫ്റ്റർ 4. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു തവണ നാട്ടിൽ പോയപ്പോ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ കണ്ടു. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, ഫൈൻ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോപ്പ്. മ്യൂസിക്. അപ്പൊ ടി വി കാണുന്നുണ്ടല്ലോ? അതെ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യാം. ടിവിയുടെ സൗണ്ട് കുറച്ച് കൂട്ടി വെച്ചോളൂ, ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ. ഇത് ഏത് സിനിമയിലെ BGM ആണ്? 5ാം പാതിര, കോൾഡ് കേസ്, ഫോറൻസിക്. ഇതിലേതിലാണ്? 5ാം പാതിര, കോൾഡ് കേസ്, ഫോറൻസിക്. പെട്ടെന്ന് പറഞ്ഞോളൂ, ടൈം ഔട്ട് ആവല്ലേ. വൺ മോർ ടൈം പ്ലേ ചെയ്യോ? ഇല്ല.
ഞാൻ പറഞ്ഞില്ലേ മ്യൂസിക് നമ്മൾ 1 ടൈമേ പ്ലേ ചെയ്യുള്ളൂ. വിത്തിൻ ദ ടൈം നിങ്ങൾ ആൻസർ പറയണം. ഗസ് അടിച്ചാ മതിയായിരുന്നു ഏതെങ്കിലും ഒന്ന്. I'll give a guess. കഴിഞ്ഞു, ഞാനിവിടെ കാണിച്ച ആൻസർ. ഹലോ. Okay, fine. No problem. Okay, സ്നേഹ, സോറി ഫോർ ദാറ്റ്. അപ്പൊ എന്തായാലും ഒന്നുകൂടെ വിളിക്കാം. Yeah, sure. Thank you. Okay, thank you so much. Thank you. Bye. ഓക്കെ, അപ്പോ എന്തായാലും ഇന്ന് വിളിച്ച് കിട്ടാത്തവർ ഇനിയിപ്പോ നമുക്ക് 3-in-1 നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മൺഡേ ഉള്ളൂ. നാളെ നമുക്ക് ANM എക്സ്പ്രസ് ഉണ്ട്. സോ അതിൽ വിളിക്കാൻ നമ്മൾ ഇതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഗിഫ്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും 3-in-1 വരുന്നത് വരെ, until then it's signing off from Sujita. Bye bye, good night.